പോരാ. ഒരു പടം കണ്ടിറങ്ങിയിട്ട് ഒരു സംതൃപ്തി കിട്ടിയില്ലെന്ന് പറയും. അത് ഉറങ്ങിപ്പോയി സത്യം. മൊത്തത്തിലൊരു ആവറേജ് കൂടായിട്ട് സ്പെഷ്യൽ ട്രീറ്റ് ആണ്. ഫൈറ്റ് എന്ന് ഗംഭീര ഫൈറ്റ് ആണ്. ഗൺ ഷോട്ട് എന്നാണ് ഗംഭീര ഗൺ ഷോട്ട്. മേക്കിംഗ് അടിപൊളിയാണ്. അപ്പോൾ പൃഥ്വിരാജിന്റെ കടുവയ്ക്ക് ശേഷമുള്ള മികച്ച സിനിമ. റേറ്റിംഗ് 5/4. പടം എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനത്തെ ഒന്നുമല്ല, പക്ഷേ ഓക്കെയാണ്, കുഴപ്പമില്ല. പൃഥ്വിരാജിന്റെ ആക്ടിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉറങ്ങിപ്പോയി സത്യം. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിരാശയായിരിക്കും. പക്ഷെ ഒരു സ്ലോ പേസിലാണ് പടം മൊത്തത്തിൽ പോകുന്നത്. പിന്നെ ക്ലൈമാക്സിലൊരു വന്നൊരു ഫൈറ്റ് സീൻ ഉണ്ട്. അതാണ് പടത്തിന്റെ ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത്. മൊത്തത്തിലൊരു ആവറേജ് കൂടായിട്ട് ഫീൽ ചെയ്തു. ഈ ഉഗ്രം കണ്ടപ്പോ ഉഗ്രം ഉഗ്രം കണ്ടവർക്ക് ഈ പടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അത് തമ്മിലൂടെ എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നു? മീൻസ് ഇത് ഒരു മൊത്തത്തിലൊരു ഡാർക്ക് ആയിട്ടുള്ള രീതിയാണ്. ആ മൂവിനെ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതില് ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. ഇനിയിപ്പോ സെക്കൻഡ് പാർട്ട് വരുമ്പോഴായിരിക്കും ഇതിന്റെ എന്താണ് ഇനി അടുത്തതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഫസ്റ്റ് പാർട്ട് ഒരു ഒട്ടും അത്ര വലിയൊരു എക്സ്പെക്ഷൻ വരുന്ന രീതിയിലല്ല പടം. കുഴപ്പമില്ല. ബാക്കിയുള്ള രണ്ട് സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രശാന്ത് നീലിന്റെ ഒരു മേക്കർ എന്നുള്ളത് ഒരു മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്, എഡിറ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്, BGMs ഒക്കെ നന്നായിട്ടുണ്ട്. കാരണം കുറച്ചുകൂടി ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിലൊരു ഭയങ്കര കൺഫ്യൂഷനാണ് പടത്തിനെ സംബന്ധിച്ചിടത്തോളം. തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാണോ? പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തുന്നു പറയാൻ പറ്റില്ല, എന്നാലും തൃപ്തിപ്പെടുത്തും. എത്ര റേറ്റിംഗ് കൊടുക്കാം? റേറ്റിംഗ് ഒരു 3 ഒക്കെ കൊടുക്കാം. പൃഥ്വിരാജ്, പ്രഭാസ് അവരുടെ അഭിനയം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജൊക്കെ നന്നായിട്ടുണ്ട്. പൃഥ്വിരാജ് 2 റോളുണ്ട്. ഫാദറിന്റെ ഒരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. ആ കഥ മൊത്തം പറഞ്ഞു കൊടുക്കണ്ട. ഇല്ല, ആ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ സാധാരണ മലയാള നടന്മാരൊക്കെ മറ്റു സിനിമകളിൽ കൊണ്ടുപോയിട്ട് കഴിവിനുള്ള ഒരു അവസരം നൽകാറില്ല. അപ്പൊ അത് വെച്ച് നല്ലൊരു റോൾ തന്നെയാണ്. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ടായിരുന്നു? ഒരു 1.5 മാസ് ആക്ഷൻ മൂവി. ലിയോ കാട്ടിൽ ഇഷ്ടപ്പെട്ടു. ഒരു ജയിലർ ലെവലിൽ വരുന്നുണ്ട്. ബാഹുബലിയെ കടത്തുവോ? അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ട് ഡിഫറെന്റ് ജോണർ. ഭയങ്കര ഹിറ്റായിരിക്കും. സംഭവം ഭയങ്കര ഹിറ്റായിരിക്കും. ജയിലറിന്റെ ആ ലെവലിൽ നിന്ന് വരും. നമ്മുടെ മാസ് എന്റർടൈനർ ആണ്, ആക്ഷൻ മൂവിയാണ്. എനിക്ക് വയലൻസ് അത്ര ഇഷ്ടപ്പെട്ടില്ല. വയലൻസ് കൂടുതലാണ്. പൃഥ്വിരാജിനെക്കാട്ടും ബേസ് പ്രഭാസ് മൂവിയാണ്. പ്രഭാസിനെ തിരിച്ചു വരുവാണ്. പൃഥ്വിരാജിന്റെ റോൾ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫിന് കുറച്ച് മുമ്പായിട്ടേ വരുന്നു. അത്രയും പ്രഭാസിന് അത്രയും ബേസ് ഇല്ല. പ്രഭാസ് മൂവിയാണ്. പ്രഭാസിനെ തിരിച്ചു വരുവാണ്. സെക്കൻഡ് പാർട്ടിനോട് എത്ര KGF 2 നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതേപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രശാന്തിയിൽ സമ്മതിക്കുന്നു. എത്ര റേറ്റിംഗ് കൊടുക്കാൻ? റേറ്റിംഗ് 4.2. എല്ലാം നല്ല സിനിമാറ്റോഗ്രാഫി, ഹോളിവുഡിനെ വല്ലോ BGM എല്ലാം നല്ല. അത് മാസ് എന്റർടൈനറാണ്. മാസ് പടം പ്രതീക്ഷിക്കുന്നവർക്ക് ആ എക്സ്പെക്ടേഷൻ തിരിച്ചു വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഓവറായിട്ട് കുറച്ച് ഡള്ളാണ്. കുറച്ച് അതിന് ശരിയാവണം. ഇന്റർവെൽ അടുത്ത വീട്ടിൽ നന്നായിട്ട് പോകും. ആള് പിടിച്ചെടുത്തോ? ഇന്റർവെൽ നല്ലതാണ്, ക്ലൈമാക്സ് നല്ലതാണ്. അത് പിടിച്ച് കണ്ടാണ്, ലാഗൊന്നും ഇല്ല. തോന്നുന്നു അങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെ പറയാം, ഒരേ സംസാരിക്കുന്നത് അതുപോലൊക്കെ എനിക്ക് അതുപോലൊക്കെ ആ ഒരു കുറച്ചൊക്കെ ഫീലൊക്കെ വന്നു. പക്ഷെ എനിക്ക് മ്യൂസിക്കും BGM ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു. പൃഥ്വിരാജിന്റെ അഭിനയം, പൃഥ്വിരാജ് കുറച്ചുകൂടി സൂപ്പറായിട്ട് ചെയ്തു. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പ്രഭാസിനേക്കാളും നന്നായിട്ട് കുറച്ചുകൂടി ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ആ ഒരു ഫീൽ ഉള്ളതുകൊണ്ടായിരിക്കും കേരളത്തിൽ നിന്നായതുകൊണ്ട് കുറച്ചുകൂടി ഒരു സ്റ്റാർഡം ഒക്കെ എനിക്ക് ചില സമയങ്ങളിൽ ഫീൽ ചെയ്തു. പ്രഭാസ് എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ട് നല്ലോണം എല്ലാവർക്കും ഗംഭീരമാണ്. ഒരു രക്ഷയില്ല. കാരണം ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ രോമാഞ്ചം വരുന്നുണ്ട്. കറക്റ്റ് തിയേറ്ററിൽ ഇളകി മറിയുന്ന ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. പ്രശാന്ത് നീലിന്റെ മേക്കിംഗ് ഒക്കെ ഗംഭീര മേക്കിംഗ് ആയി. പിന്നെ നമ്മുടെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജും കൂടി കൂടിയപ്പോ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. രണ്ടുപേരുടെ ആ കോമ്പിനേഷനൊക്കെ രോമാഞ്ചം. സെക്കൻഡ് പാർട്ട് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഹോളിവുഡിന്റെ VFX വല്ലെന്ന് പറയുന്നുണ്ട്. രക്ഷയില്ല. ഗംഭീര വിഷ്വൽ എഫക്ട് അല്ലേ. തിയേറ്റർ കളർ ഗ്രേഡിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. ഒരു രക്ഷയില്ല. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പോരാ. നെഗറ്റീവായിട്ട് തോന്നിയത് എന്താ? എന്താണ് നെഗറ്റീവാ തോന്നിയത്? എങ്ങനെ ഉണ്ടായിരുന്നല്ല, നമുക്കറിയാലോ 2 വർഷമായിട്ട് നമ്മുടെ കാത്തിരിപ്പ് ഇന്ന് തീരുകയാണ്. KGFന്റെ മറ്റൊരു വേർഷൻ അല്ലെങ്കിൽ മറ്റൊരു ടെറിട്ടറിയാണ് സലാർ എന്ന് പറയുന്നത്. ഓസം ഫിലിം മസ്റ്റ് വാച്ച് ആണ്. കാരണം പ്രഭാസിനെയും പൃഥ്വിരാജിനെ അഴിഞ്ഞാടാൻ വിട്ടേക്കോട് പ്രശാന്തിയിൽ
മലയാളി എന്നൊരു മലയാളി സിനിമ പ്രേക്ഷകർ എന്ന രീതിയിൽ രോമാഞ്ചിഫിക്കേഷൻ പൃഥ്വിരാജ് തിയേറ്റർ തന്നിട്ടുണ്ട്. തിയേറ്റർ വാച്ചുകൾ തന്നെയാണ്. പ്രഭാസിന്റെ കംബാക്കാണ്. ഇതിൽ കൂടുതൽ കംബാക്ക് വേറെ കിട്ടാനില്ല. രണ്ടുപേരും അഴിഞ്ഞാടിയ അടിപൊളി സിനിമ. ആ ഡാർക്ക്നെസ് ഉള്ള ഒരു പടം ഇന്ത്യയിൽ വേറെ പടത്തിനും തരാൻ പറ്റില്ല. അതിന്റെ BGM, അതിന്റെ എഡിറ്റിങ്, അതിന്റെ സ്കോറിങ്, അതിന്റെ മേക്കിങ്, പ്രശാന്ത് വന്ന് നിൽക്കുന്ന ആ ഒരു ഇൻട്രോ സീൻ തന്നെ തിയേറ്റർ ഇളകി മറിയായിരുന്നു. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് സലാം. രണ്ടുപേരുടെ ഫാനാണ്. അപ്പോൾ രണ്ടുപേരും ഒരു സ്ക്രീനിൽ വന്നാലുള്ള ഒരു അവസ്ഥ എന്നായിരിക്കും. അത്രയും നല്ല രസമായിരുന്നു. KGF-ന് ശേഷം ഇത്രയും കൈയടിച്ചൊരു മൂവി ഉണ്ടായിട്ടില്ല. ക്രിസ്മസ് തൂത്തുവാരും സലാറിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒന്നും പറയേണ്ട, ഒരു രക്ഷയില്ല. ആ ഒരു ട്രീറ്റ്മെന്റ് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ഒരേ പൊളി. ഒരു പടം കണ്ടിറങ്ങിയിട്ട് ഒരു സംതൃപ്തി കിട്ടിയില്ലെന്ന് പറയും. അതെനിക്ക് ശരിക്കും തോന്നുന്നു. ഒരു സംതൃപ്തി എനിക്ക് കിട്ടിയതോ അത് കഥ മനസ്സിലാവാത്തതാണെന്ന് അറിഞ്ഞൂടാ. എന്തോ ഒരു ഇതെനിക്ക് തോന്നുന്നു. അതെ, KGF ആ ഒരു ലെവലില് വരുമെന്ന് ഞാൻ വിചാരിച്ച. കാരണം മാസ് കുറച്ച് കയറി അത് രോമാഞ്ചം തന്നെ തിരിക്കില്ലേ, അങ്ങനെയൊക്കെ ഡയലോഗ് കൊണ്ടൊക്കെ വരുമെന്ന് വിചാരിച്ചോ. ഇതിലെനിക്ക് അത്ര തോന്നിയതാ. ആക്ഷനൊക്കെ കൊള്ളാം, പക്ഷെ വയലൻസ് കുറച്ച് കൂടിപ്പോയോന്ന് ഡൗട്ടാണ്. കാരണം ക്ലൈമാക്സിലൊക്കെ ക്ലൈമാക്സിലൊക്കെ ഇത്ര പട്ടാളക്കാരെ നിർത്തിയിട്ട് രണ്ടുപേര് സ്കോർ ചെയ്യണ രീതി വരുമ്പോ അതെന്തോ പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ആക്ടിംഗ് വൈസ് എല്ലാവരും കിട്ടും തന്നെ. അതായത് പൃഥ്വിരാജ് ആയാലും പ്രഭാസ് ആയാലും. എനിക്ക് പ്രഭാസാണ് പൃഥ്വിരാജിനെക്കാളും കുറച്ച് കൂടുതലായിട്ട് റോളും കാര്യങ്ങളൊക്കെ തോന്നുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫിന് ലാസ്റ്റ് എൻഡ് ഒക്കെ ആകുമ്പോഴാണ് പ്രഭാസിന്റെ ആക്ഷൻ തുടങ്ങുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ രസമാണ്, ആക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു വയലൻസ് മാത്രം കുറച്ച് കൂടിപ്പോയി. സാധാ തെലുങ്ക് പടം പോലെ തന്നെയാണോ? സാധാ തെലുങ്ക്, അതായത് അതെ, തെലുങ്ക് പടം പോലെ. അതായത് തെലുങ്ക് പടം ആണെങ്കിൽ ഇപ്പൊ KGF ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുള്ള പടം. അതായത് KGF പോലെ ഗൂസ്മോ ആ ഒരു രോമാഞ്ചം തരുന്ന രീതിയില് അത് ഈ പടത്തില് അധികം കിട്ടിയിട്ടില്ല. വെയിറ്റ് ചെയ്യാൻ ഇല്ല, കാരണം ഫസ്റ്റ് പാർട്ട് നിരാശപ്പെടുത്തി എന്ന് പറയാൻ. കാരണം ഒരു സംതൃപ്തി കിട്ടിയില്ല. അപ്പൊ അതിനുവേണ്ടി എന്തായാലും സെക്കൻഡ് പാർട്ട് ഇറക്കുമ്പോ കാണും, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കാത്തിരിപ്പൊന്നുമില്ല. പറഞ്ഞിട്ടാ കാണുന്നത്.